മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ച് ജൈവവളം, സ്വന്തം ജൈവവളം എല്ലാ കൃഷികൾക്കും ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ ഞാൻ അത് തയ്യാറാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും എനിക്ക് കിട്ടിയ ആ മേന്മ, ആ ഗുണങ്ങൾ, അതാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് വേപ്പിൻ പിണ്ണാക്കാണ്, ഇത് കടലപ്പിണ്ണാക്കാണ്. ഇത് രണ്ടും നമുക്ക് സുപരിചിതമായ രണ്ട് പിണ്ണാക്കുകളാണ്. അപ്പം ഈ ചെടികൾക്ക്, അതായത് നമ്മുടെ ചെടികളെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വിളകൾ, അത് ഏത് വിളകളോ ആയിക്കോട്ടെ, അതിന് വിവിധങ്ങളായ രോഗകീടബാധകൾ ഇപ്പോഴുണ്ടാകുന്നുണ്ട്. നമ്മൾ കുരുമുളക് നമുക്കറിയാം, വളരെ കാലം ആദായം കിട്ടുന്ന ആ ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ്. അതുപോലെ തന്നെ ഏലം നമുക്കും കൃഷി ചെയ്യാം. ഒരു വലിയ വ്യവസായിയാക്കി മാറാൻ നോക്കത്തില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഏലം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റും. ഞാനത് തെളിയിച്ചതാണ്. അല്ല, നമുക്ക് ഏലം ഇപ്പം നമ്മുടെ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ റബ്ബർ കൃഷിക്ക് പറ്റിയ പുരയിടമാണ്. അപ്പം അതേപോലെ ഏലം കൃഷിക്ക് യോജിച്ചത് വേറെ സ്ഥലങ്ങൾ, ഹൈറേഞ്ച് പ്രദേശങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്കും അത്യാവശ്യം അല്പം സംരക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്ക് ഏലം കൃഷി ചെയ്ത് വിളവെടുക്കാം എന്നത് സത്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഏലം, അതുപോലെ തന്നെ ഇഞ്ചി, അങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജന വിളകൾ, പിന്നെ ഫലവൃക്ഷ വിളകളായ പ്ലാവ്, മാവ്, തെങ്ങ്, പിന്നെ പച്ചക്കറികൾ, എല്ലാവിധ പച്ചക്കറികളും, ഇതിനൊക്കെ രോഗങ്ങൾ വരാതിരിക്കാനും ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാവാനും ലഭിക്കുന്ന കായ്കൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾക്ക് നല്ല സ്വാദ് കൂടാനും നല്ല തൂക്കം കിട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വളമാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഈ പറഞ്ഞ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും. ഇത് നമുക്ക് 2-3 രീതിയിൽ നമ്മുടെ സസ്യങ്ങൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പം അത് എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇഞ്ചിയൊക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ ആ ഇഞ്ചിക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, അതുപോലെ തന്നെ ഇഞ്ചി നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല തൂക്കം കിട്ടണം. അപ്പം നല്ല മുഴുത്ത ഇഞ്ചി വേണം നമുക്ക് കിളച്ചെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ നാര് അതിനകത്തുണ്ടെങ്കിൽ തൂക്കം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു മൂട് ഇഞ്ചിയിൽ നിന്നും നിരവധി ഇഞ്ചികളുടെ എത്തുകൾ പൊട്ടി അത് വളരെ വലുതാവണം. അപ്പോൾ ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ള കൃഷിക്കാർ, പ്രത്യേകം ജൈവ കർഷകർ എന്ന് വെച്ചാൽ രാസവളങ്ങൾ ചെയ്യാത്ത ജൈവവളങ്ങൾ, നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ ഭൂമിയിൽ നിന്നും കിട്ടുന്ന ഈ പറയുന്ന വളങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലുപൊടിയും പിണ്ണാക്ക് വളങ്ങളും പിന്നെ ചാണകവും ചാമ്പലും അതുപോലെ തന്നെ ആട്ടും കഷ്ടവും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ, തോലും ഒക്കെ ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്കാണ് ഇതൊക്കെ പ്രയോജനപ്പെടുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഒരു വിള കഴിയുമ്പോഴും ആ മണ്ണിൽ തൊട്ടടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ വളമൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെയും ആ സസ്യങ്ങൾ നന്നായി വളർന്ന് വലുതാകാനും ഇഷ്ടം പോലെ ഫലം തരാനുമുള്ള വളം ആ ഭൂമിയിൽ ജൈവവളത്തിലൂടെ നമുക്ക് ലഭ്യമാകും എന്നുള്ള സത്യം. അപ്പോൾ ഇത് എങ്ങനെയാണ് വളമായിട്ട് നമുക്ക് പ്രയോഗിക്കുന്നത് നോക്കാം. നമ്മൾ ഇഞ്ചിയൊക്കെ നടുവാണെങ്കിൽ, അതുപോലെ തന്നെ പച്ചക്കറി നടുവാണെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ പൊടിച്ച് ചേർത്ത്, ഇത് രണ്ടും കൂടെ പൊടിച്ച് തുല്യ അളവിൽ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ കടലപ്പിണ്ണാക്കും കൂടെ പൊടിച്ച് അടിവളമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് സസ്യങ്ങളൊക്കെ കിളിച്ച് വന്നതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഓരോ കൈ വാരിയിട്ട് കൊടുത്താൽ രോഗങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തഴച്ച് ഇത് വളരും. അപ്പം അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇഞ്ചിക്കൊക്കെ ഇട്ട് കൊടുത്താൽ പഴുപ്പ് രോഗങ്ങളെ, വാട്ടരോഗങ്ങളെ, അതുപോലെ തന്നെ കീടരോഗങ്ങൾ, ഇഞ്ചിക്ക് ബാധിക്കുന്ന ഒരു കീടമാണ് ഈ തണ്ടുതുരപ്പൻ പുഴു. ആ തണ്ടുതുരപ്പൻ പുഴു ഒന്നും ഇതിനകത്ത് ഉണ്ടാവത്തേ ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, നമുക്ക് ഇത് രണ്ടും കൂടെ വെള്ളത്തിലിട്ട് ലയിപ്പിക്കാൻ സാധിക്കും. വെള്ളത്തിലിട്ട് യോജിപ്പിക്കുക. അതായത് ഇതേപോലെ ഒരു ബക്കറ്റ് എടുക്കുക. ഇതേപോലെ ഒരു ബക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഈ ബക്കറ്റിലിടുക. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ബക്കറ്റിൻ്റെ 1/4 ഭാഗമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം 1/4 ഭാഗം നമ്മൾ വെറുതെ ഇട്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും വെള്ളവും കൂടെ ഒരു പ്രവർത്തനമുണ്ട്. അന്നേരം വായു ഉൽപ്പാദിപ്പിക്കും കുമളകൾ. അപ്പം നമ്മളിത് നിറച്ചിട്ട് കൊടുത്താൽ നല്ല മുറുക്കമുള്ള അടപ്പൊക്കെ ആണെങ്കിൽ ഈ അടപ്പ് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് 1/4 ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ച് ബാക്കി നമ്മൾ ശൂന്യമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം ഉൽപ്പാദനം, അത് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വായുവൊക്കെ ഉണ്ടാവുക അവിടെ നിറഞ്ഞിരിക്കും, വെളിയിൽ പോകത്തില്ല, ശക്തമായ സമ്മർദ്ദം ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇത് വെള്ളത്തിനകത്ത് നിറച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം പോലെ നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഒരു വശത്തൂടെ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവൂ. ഒന്നുകിൽ വലത്തു നിന്ന് ഇടത്തോട്ട് അല്ലെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു 5-10 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അടച്ച് കെട്ടി വെക്കുക. അങ്ങനെ ഒരു 7 ദിവസമെങ്കിലും നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴും ഇത് നല്ല ഒന്നാം തരം ഒരു വളമായിട്ട് സസ്യങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു വളമായിട്ട്, ഒരു ലായനി വളമായിട്ട് ഇത് മാറും. എന്ന് മാത്രമല്ല, ഇത് ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് സസ്യങ്ങൾ ആദേശം ചെയ്യും. ഇതല്ലാതെ നമ്മൾ ഇട്ട് കൊടുത്താൽ കുറഞ്ഞ ഒരു മാസമൊക്കെ എടുക്കും ഇത് ലയിച്ച് വളമായിട്ട് മാറി വരാൻ. ഇങ്ങനെ ആവുന്ന ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് സസ്യങ്ങൾ വലിച്ചെടുക്കും. അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടിസ്ഥാന വളങ്ങൾ, അതായത് എല്ലുപൊടിയും അല്ലെങ്കിൽ സെറാമിലോ അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. കാരണം ഇത് നമ്മളിപ്പോൾ ഈ ഞായറാഴ്ച ഒഴിച്ചു കൊടുത്താൽ അത് നാളെ മറ്റന്നാളിലോട്ട് ഞായറും തിങ്കളും ചൊവ്വയായിട്ടൊക്കെ ഈ വളം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ വളമില്ലാതെ വന്നു കഴിഞ്ഞാൽ സസ്യങ്ങൾ വളർച്ച മുരടിക്കും. അതിനാണ് വീണ്ടും വളം ഇടുന്നത്. പിന്നെ ഓരോ ആഴ്ചയിലും ഇത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും, സസ്യങ്ങൾ സമൃദ്ധമായി വളരുകയും ചെയ്യും. അപ്പം ഇത് തയ്യാറാക്കി ലായനിക്കകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതേപോലെ ഒരു കപ്പിനകത്താണ് ഈ ലായനി കോരി ഒഴിക്കുന്നതെങ്കിൽ അതിനകത്ത് 10 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഭംഗിയായിട്ട് യോജിപ്പിച്ച് വേണം ഈ പറയുന്ന വിളകൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാൻ. അല്പം അകലക്കൂട്ടി വേണം നമ്മൾ ഒഴിച്ചു. ഒരിക്കലും തണ്ടയിൽ മുട്ടാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അകലക്കൂട്ടി ഒഴിക്കണമെന്നൊക്കെ ഞാൻ പറയുന്നത്, ഇത് പിന്നെ ഇതെല്ലാം കൂടെ യോജിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു പവറുള്ള, അതായത് വളരെ മേന്മയുള്ള ഒരു വളമാവും. അപ്പം തണ്ടയിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തണ്ടൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് അല്പം അകലക്കൂട്ടി നമ്മൾ ശരിക്കും വെള്ളം ചേർത്ത് ചെയ്ത് കൊടുക്കണം നമ്മൾ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത് ഈ കടലപ്പിണ്ണാക്കും വേപ്പിനും പിണ്ണാക്കൂടെ ഇപ്പം ഇത് പൊടിക്കുക ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഇഞ്ചി, അതുപോലെ തന്നെ വാഴ, അതുപോലെ തന്നെ പ്ലാവ്, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങൾ, ഇതിങ്ങനെയൊക്കെയുള്ള കൃഷികൾക്ക് ഇതിൻ്റെ ചൂട്ടിൽ വീഴുന്ന വെള്ളം ദൂരേക്ക് ഒലിച്ചു പോകാത്ത രീതിയിൽ അതിന് വട്ടത്തിൽ തടവൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുഴുവനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി, കൈകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ അത് ക്രമേണ ലയിച്ച് ഇത് വളമായി മാറും. അപ്പം മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ഇതിനകത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ജൈവ കൃഷിയിലൂടെ നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കാൻ ഇത് നമുക്ക് നല്ലൊരു സംഗതിയാണ്. അതുപോലെ ഏത്തവാഴയ്ക്ക് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ലായനിയൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല തൂക്കം വരും. ഇപ്പോൾ ഒരു 5 പടലേ ഉള്ളെങ്കിൽ പോലും നല്ല തൂക്കം വരും. അതുപോലെ റോബസ്റ്റ വാഴ, അതുപോലെ ചുവന്ന വാഴ, കപ്പവാഴ, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കവുങ്ങ് കർഷകർക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു സംഗതിയാണ്. കവുങ്ങിൻ്റെ ചുവട്ടിൽ വീഴുന്ന വെള്ളം ഒഴുകിയ പാത്രത്തിൽ റൗണ്ടിൽ നല്ലൊരു പിന്നെ മണ്ണൊക്കെ ഇട്ട് അവിടെ കെട്ടി നിർത്തിയതിന് ശേഷം ഈ പറയുന്ന ഇത് പിന്നെ നമ്മൾ ലായനിയൊന്നും ആക്കണ്ട, ഇതിങ്ങനെ മുഴുവനെ അങ്ങ് വാരി ഇട്ട് കൊടുത്ത് ഒരല്പം മണ്ണും കൂടെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല പാക്ക് നമുക്ക്, അല്ലെങ്കിൽ ചമ്പൻ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തെങ്ങിന് വെള്ളയ്ക്ക പൊഴിയാതിരിക്കാനും ഒക്കെ നല്ലൊരു വളമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ ജൈവ കൃഷിയിലൂടെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ, നമ്മൾ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നിലനിർത്തുവാനും വീണ്ടും കൃഷി ചെയ്ത് നമുക്ക് വിളവും അത് ലാഭവും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ജൈവവളങ്ങൾ നമുക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ നമുക്ക് അടുക്കളത്തോട്ട നിർമ്മാണത്തിനും അതുപോലെ തന്നെ ചെറിയ മുതൽ മുടക്ക് കുറഞ്ഞ രീതിയിലൊക്കെ കൃഷി ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള വളങ്ങൾ തയ്യാറാക്കിയാൽ നമുക്ക് എന്നും വളക്കടയിൽ പോകേണ്ട, ഇത് ഒരിക്കൽ തയ്യാറാക്കിയാൽ കുറച്ച് നാളത്തേക്ക് നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. പാവലിനും പയറിനും വെള്ളയ്ക്കും തക്കാളിക്കും മുളകിനും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ചാക്കിൽ കൃഷി ചെയ്യുന്ന ഇപ്പം ചേന, കാച്ചിൽ, ഇതിനൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ല രീതിയിൽ തൂക്കമുള്ള സ്വാദിഷ്ടമായ കിഴങ്ങ് വർഗ്ഗ വിളകൾ ഉൽപ്പാദിപ്പിച്ച് കിട്ടും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇന്ന് പരീക്ഷിച്ച് നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികളും കൃഷി അറിവുകളും ഒക്കെ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.